ലൈംഗിക സന്ദേശ ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. സാങ്കേതികത്വം പറഞ്ഞുള്ള സംരക്ഷണം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് അഭിപ്രായം. അതിനിടെ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ ഭാരവാഹികൾക്ക് ഒരു വിഭാഗം നേതാക്കൾ ഇമെയിൽ അയച്ചു. രാഹുലിനെതിരെ പരാതി ഉന്നയിച്ച ഹണി ഭാസ്കറിന്റെ സൈബർ ആക്രമണ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നമ്മൾ ഈ പുതിയ അധ്യക്ഷനായുള്ള പിടിവലി അതിന്റെ ചർച്ചകളിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്നത് അറിയേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയൊക്കെ കർക്കശമായ നിലപാട് തുടക്കം മുതൽ ഇതിൽ സ്വീകരിച്ചിട്ടുള്ള നേതാവാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തെളിവ് സഹിതം പുറത്തു വരികയാണ്. അപ്പോൾ ഈ മറുഭാഗത്ത് നിൽക്കുന്ന MLA ഒക്കെ ചൂണ്ടിക്കാട്ടിയുള്ള താരതമ്യം അതൊക്കെ ഇനി വില പോകുമോ? എന്താണ് നേതൃത്വത്തിന്റെ നിലപാട്? അനുജ, കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കും UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും ഉചിതമെന്ന അഭിപ്രായമാണുള്ളത്. ഇന്നലെ UDFിൻ്റെ ഹെൽത്ത് കോൺക്ലേവ് കോവളത്ത് വെച്ചായിരുന്നു നടന്നത്. ഈ കോവളത്ത് വെച്ച് ഈ ഹെൽത്ത് കോൺക്ലേവ് നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഘടകകക്ഷി നേതാക്കളും അവിടെ പൂർണ്ണസമയവും ഉണ്ടായിരുന്നു. ഈ കോൺക്ലേവിന് സമാന്തരമായി ചില അനൗപചാരിക ചർച്ചകൾ നടന്നിരുന്നു. ഈ ചർച്ചകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം കൂടി രാജിവെക്കുന്നതായിരിക്കും ഉചിതമെന്ന അഭിപ്രായം ഉയർന്നു വന്നത്. ഈ അഭിപ്രായത്തോട് പ്രതിപക്ഷ നേതാവ് VD സതീശനും യോജിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് മാത്രമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂടി അഭിപ്രായം തേടിയ ശേഷം മാത്രമായിരിക്കും തീരുമാനത്തിലേക്ക് വരാൻ സാധിക്കുക. എന്തായാലും അത്തരം കൂടിയാലോചനകൾ കോൺഗ്രസിനകത്ത് സജീവമാണ്. MLA സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും അതൊരു പുതിയ മാതൃക സൃഷ്ടിക്കും. LDF ആകട്ടെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ M മുകേഷിനെയും നേരത്തെ PK ശശിയെയും ഒക്കെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു പുതിയ മാതൃക വഴിവെക്കാൻ UDFിന് കഴിഞ്ഞാൽ, കോൺഗ്രസിന് കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിലും അടക്കം ജനങ്ങളുടെ വലിയ അംഗീകാരം നേടാൻ സഹായകരമാകുമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനകത്തുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് തീരുമാനമാണ് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിനിടെ നമുക്കറിയാം ഇപ്പോൾ പുതിയ അധ്യക്ഷൻ ആരാകും യൂത്ത് കോൺഗ്രസിൻ്റേത് എന്നുള്ളതിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിനുള്ളിൽ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നടക്കുന്ന പോരെന്താണ് എന്നതിൻ്റെ തെളിവുകളൊക്കെ ഇന്നലെയും പുറത്തു വന്നതാണ്. ഇപ്പോൾ വിവിധ ചേരികളായി തിരിഞ്ഞുകൊണ്ടുള്ള പിടിവലിയാണോ നടക്കുന്നത്? ശ്രീജിത്ത്. അനുജ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പകരക്കാരനാര് എന്നതിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതയും തർക്കവിതർക്കങ്ങളുമാണ് നടക്കുന്നത്. ഒരു വിഭാഗം അബിൻ വർക്കിക്ക് വേണ്ടി വാദിക്കുന്നു. നിലവിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് രണ്ടാമതെത്തിയ നേതാവാണ് അബിൻ വർക്കി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ ആവശ്യപ്പെടുന്നത്. രമേശ് ചെന്നിത്തലയാണ് അബിൻ വർക്കിക്ക് വേണ്ടി വാദിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾ. എന്തായാലും അബിൻ വർക്കിക്ക് വേണ്ടി 3 യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റുമാരും 30ഓളം ഭാരവാഹികളും ദേശീയ പ്രസിഡന്റ് ഉദയഭാനു ചിബിന് ഇമെയിൽ വഴി നിവേദനം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്കും ഈ നിവേദനങ്ങൾ നൽകുന്നു. എന്തായാലും ഇത്തരം നിവേദനങ്ങൾ ഹൈക്കമാൻഡ് എങ്ങനെ പരിഗണിക്കും, എങ്ങനെയാണ് അതിനെ സമീപിക്കുക എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും പുറത്തുനിന്ന് വരുന്ന ഒരാളെ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കർക്കശമായ നിലപാട് ഈ അബിൻ വർക്കിയും കൂട്ടരും സ്വീകരിച്ചു എന്നുകൂടി വാർത്തകളുണ്ടല്ലോ. ബിനു ചുള്ളിയിലിൻ്റെ ഒക്കെ പേര് സജീവമായി കേൾക്കുമ്പോൾ, അതുപോലെ അഭിജിത്തിന്റെ പേര്, ഇതൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് അവരെത്തുകയാണോ ശ്രീജിത്ത്? അഭിജിത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് അനുജ അത്തരമൊരു വാദമുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംവിധാനത്തിന് പുറത്തുനിന്നുള്ളവരെ, സംസ്ഥാന ഭാരവാഹിത്വത്തിന് പുറത്തുനിന്നുള്ളവരെ പരിഗണിക്കരുതെന്നാണ്. അത് ലക്ഷ്യം വെക്കുന്നത് അഭിജിത്തിനെയും ബിനു ചുള്ളിലിനെയുമാണെന്ന് വ്യക്തമാണ്. കാരണം KSU ഭാരവാഹിത്വം ഒഴിയ ശേഷം അഭിജിത്ത് ഇതുവരെ ഔപചാരികമായി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് മറ്റും കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അഭിജിത്തിനെ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പരിഗണിക്കരുതെന്ന ആവശ്യമാണ് അബിൻ വർക്കി വിഭാഗം ഉയർത്തുന്നത്. വിശാൽ ഐ വിഭാഗം ഉയർത്തുന്നത്. ഇതോടൊപ്പം തന്നെ ബിനു ചുള്ളിയിൽ ഇപ്പോൾ സംസ്ഥാന ഭാരവാഹിത്വത്തിലല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയാണ്. ബിനു ചുള്ളിയിലെയും സംസ്ഥാന അധ്യക്ഷത്തിലേക്ക് പരിഗണിക്കരുതെന്നാണ് ആവശ്യം. ഈ 2 നേതാക്കളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് സംഘടനാ സംവിധാനത്തിന് പുറത്തുള്ളവരെ നിയമിക്കരുതെന്ന ആവശ്യം ഉയർത്തുന്നത്. ഒപ്പം തന്നെ ഹണി ഭാസ്കരൻ ഇന്നലെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. തനിക്ക് നേരിട്ട സൈബർ ആക്രമണം അതെത്ര മ്ലേച്ഛമാണ് എന്നതിലൊക്കെ നമ്മളോടൊക്കെ സംസാരിക്കുകയും ചെയ്തതാണ്. അതിൽ പോലീസിൻ്റെ നടപടി എന്താണ് ശ്രീജിത്ത്?
അനുജ, പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു. തനിക്കും ഇത്തരത്തിൽ അപമാനകരമായ സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് ഹണി ഭാസ്കരൻ വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തിന് പിന്നാലെ കോൺഗ്രസ് സൈബർ അനുകൂലികൾ ഹണി ഭാസ്കരനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇതിനെതിരെ ഇന്നലെ ഹണി ഭാസ്കരൻ പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് ഇപ്പോൾ ഹണി ഭാസ്കരനെതിരായ സൈബർ ആക്രമണത്തിൽ 9 പേരെ പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നത്. ഹണി ഭാസ്കരൻ്റെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ച 9 ഫേസ്ബുക്ക് ഐഡികളിലുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെയും ഇന്ത്യൻ IT ആക്ടിലെയും കേരള പോലീസ് ആക്ടിലെയും വിവിധ വകുപ്പുകൾ അനുസരിച്ചുള്ള കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.